ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പീക്കോക്കിനെ വരയ്ക്കുന്നതാണ് കേട്ടോ. നമുക്ക് 3 ടൈപ്സ് ഓഫ് പീക്കോക്കിനെ വരച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു മഴത്തുള്ളി പോലത്തെ വലിയൊരു ഷേപ്പ് വരക്കട്ടോ. അതിൻ്റെ ചുറ്റും ഒരു ലൈനും കൂടിയും കൊടുക്കാം. ഇതെന്തിനാണ് കൊടുക്കണമെന്ന് നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പറയാം കേട്ടോ. പിന്നെ നമുക്ക് പീക്കോക്കിൻ്റെ കഴുത്തും തലയും വരക്കട്ടോ. അതിനായിട്ട് ഇങ്ങനൊരു ലൈന് വരച്ചെങ്ങാണ്ട് വരക്കുക. പിന്നെ അതുപോലെ തന്നെ ബോഡിയിലേക്കും ഒരു ലൈന് കൊടുക്കട്ടോ. ഏകദേശം ബോഡി പാർട്ടിൻ്റെ ഷേപ്പിന് തന്നെ ലൈന് നല്ല വളഞ്ഞങ്ങാണ്ട് വരണം. ബോഡി പാർട്ടിൻ്റെ ഉള്ളിൽ ഫില്ലാക്കാൻ വേണ്ടിങ്ങാണ്ട് ആദ്യം നമുക്കൊരു സ്പൈറൽ ഫ്ലവർ വരക്കട്ടോ. ഫുള്ളാക്കി സ്പൈറൽ ഫ്ലവർ വരച്ചങ്ങാണ്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്തങ്ങാണ്ട് കണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ തല വരച്ചതിൻ്റെ അവിടെ ഒരു കണ്ണ് പോലെ വരക്കാൻ വേണ്ടിങ്ങാണ്ട് മഴത്തുള്ളിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ വരക്കുക. പിന്നെ ഒരു കണ്ണും വരച്ചങ്ങാണ്ട് അത് ഫില്ലാക്കട്ടെ. ഫുള്ള് ഡാർക്കൺ ചെയ്തങ്ങാണ്ട് ഫില്ലാക്കുക. അപ്പോൾ ഏകദേശം ഒരു പീക്കോക്കിൻ്റെ ഷേപ്പായില്ലേ. പിന്നെ അതുപോലെ തന്നെ തലൻ്റെ മുകളിൽ ഒരു പൂ പോലെ വരക്കാൻ വേണ്ടിയിട്ട് 2 സ്പൈറലും പിന്നെ 2 ഡ്രോപ്സും ഒരു വൈൻസും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചുണ്ടും വരക്കട്ടോ. ചുണ്ട് വരക്കാൻ ജസ്റ്റ് ഒരു വരക്കുക. പിന്നെ അതൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എന്തിനാണ് 2 ലൈന് വരക്കണമെന്ന് ഇപ്പോൾ പറയാട്ടോ. അതായത് നമ്മൾ ഡാർക്കൺ ചെയ്യുന്നതും സ്പൈറൽ ഫ്ലവർ വരച്ചില്ല, അത് രണ്ടും കൂടി, അതായത് ബോഡി പാർട്ടും ഡാർക്കൺ ചെയ്തതും കൂടി ഒന്നാകാതെക്കാൻ വേണ്ടിങ്ങാണ്ടാണ് ഒരു ലൈന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാകും. ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ബോഡി പാർട്ട് വാല് വരക്കട്ടോ. അതായത് വാല് വരക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ, അതായത് ഞാൻ എങ്ങനെയാണ് വരച്ചത് പെട്ടെന്ന് വീഡിയോ സ്പീഡായപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ. അതായത് ഈ ഷേപ്പ് ഇങ്ങനെ വരച്ചങ്ങാണ്ട് ഫില്ലേക്ക് ഡാർക്കൺ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് കൂടെ നല്ല പ്രഷറിൽ അപ്ലൈ ചെയ്ത് കാണും. അപ്പോൾ നമുക്ക് ഡാർക്കൺ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ ഈ വാലിൻ്റെ ചുറ്റും ഒരു ലൈനും കൂടിയും കൊടുക്കട്ടോ, തിൻ ലൈന്. പിന്നെ അത് ഫുള്ള് ഹംസ് ഇട്ടുങ്ങാണ്ട് ഫില്ല് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻ്റാക്കി പറയണം കേട്ടോ. നമുക്ക് രണ്ടാമത്തെ പീക്കോക്കിനെ വരക്കണം നോക്കിയാലോ. രണ്ടാമത്തെ പീക്കോക്കിനെ വരക്കാനും ബോഡി പാർട്ട് എങ്ങാണ്ട് അങ്ങനെ ലൈന് കൊടുക്കുക. അതിന് ചുറ്റും ലൈനും കൂടി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളതിൻ്റെ കഴുത്തും തലയും വരക്കുക. ഓക്കെ, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താലും ഒന്ന് ശ്രദ്ധിച്ച് വരച്ചാലും നമുക്ക് നല്ല ഭംഗിയിൽ വരക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പീക്കോക്കിനെ വരക്കുമ്പോൾ അതായത് ഇത് നമ്മൾ മെഹന്തി ഡിസൈനിൻ്റെ ഹാൻഡിൻ്റെ ആ പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗത്ത് വരുന്ന, അതായത് ഹാൻഡിൻ്റെ എൽബോൻ്റെ ഭാഗത്ത് വരുന്ന ഒക്കെ ഡിസൈനിൽ ആണ് കേട്ടോ ഈ പീക്കോക്ക്. ഇത് മറ്റേ ഡിസൈൻ വരച്ച പോലെ തന്നെ ആദ്യം ഒരു ഹംസ് വരച്ചങ്ങാണ്ട് പിന്നെ അതങ്ങനെ കംപ്ലീറ്റ് ആക്കി വരക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ണും തലയും ഒക്കെ മറ്റേതുപോലെ തന്നെ ഫില്ലാക്കി എടുക്കുക. ബ്രൈഡൽ ഹെന്ന, പാർട്ടി ഹെന്ന, ഈദ് ഹെന്ന, എൻഗേജ്മെൻറ്റ്, അങ്ങനെ ഏതെങ്കിലും ഹെന്ന നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റയിലാണെങ്കിൽ മെഹന്തി ബൈ സൽവ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ബോഡി പാർട്ടൊക്കെ വരച്ച് ഫില്ലാക്കിയ ശേഷം പിന്നെ തലേൻ്റെ മുകളിലുള്ള ആ പൂവും വരക്കാം. പിന്നെ അതായത് നമ്മൾ ബോഡി പാർട്ട് വരച്ച അതിൻ്റെ തന്നെ ഒരു പോർഷനാണ് ഇങ്ങോട്ടും വരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പോർഷന് ഇങ്ങോട്ടും വരച്ച് കൊടുക്കാം. നെയിൽ കോണ്, ഓർഗാനിക് കോണ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫുള്ള് ഹംസ് വരച്ചങ്ങാണ്ട് ഫില്ല് ചെയ്തു കേട്ടോ. പിന്നെ അതൊന്ന് ഡാർക്കൺ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിന് ചുണ്ട് വരക്കട്ടോ. ചുണ്ടും കൂടി വരച്ചെടുത്താൽ അതും കംപ്ലീറ്റായി. ഇനി നമുക്ക് മൂന്നാമത്തെ പീക്കോക്കിനായിട്ട് വരക്കുന്നത്.
ഇതും ബോഡി പാർട്ട് വരക്കാം. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ അതായത് പുറകിലേക്ക് നോക്കി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ പീക്കോക്കിന്. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്കും വേണമെങ്കിലും വരക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഒരു പീക്കോക്കിനെയും കണ്ടു നോക്കൂ, നല്ല ഭംഗിയുള്ളൊരു പീക്കോക്കാണ്. വരച്ച് കഴിയുമ്പോൾ നമ്മൾ പുറകിലേക്ക് ജസ്റ്റ് നമ്മൾ തല വളച്ചെടുക്കുന്നത് അങ്ങോട്ടാക്കിങ്ങാണ്ടൊരു വര കൊടുക്കുക. പിന്നെ ബോഡി പാർട്ട് നിന്നൊരു വര കൊടുത്താൽ കഴുത്തിൻ്റെ പോർഷനായി. പിന്നെ നമ്മൾ സാധാ പോലെ തന്നെ ഹെഡ് വരക്കണതേ പോലെ തന്നെ അങ്ങനെ വരച്ചെടുത്താൽ മതി. പിന്നെ ചുണ്ടും തലേൻ്റെ മുകളിൽ പോവും അയ്യും. പിന്നെ നമ്മൾ മറ്റേ പീക്കോക്കിന് വരച്ച, അതായത് ഫസ്റ്റത്തെ പീക്കോക്കിന് വരച്ച പോലെ അല്ലാതെ നമ്മൾ കുറച്ച് അതിൻ്റെ ചിറകിൻ്റെ പോർഷന്, അതായത് വാലിൻ്റെ പോർഷന് കുറച്ച് വളഞ്ഞങ്ങാണ്ടുള്ള ഇത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ മഴത്തുള്ളി പോലെ അത് ഫില്ലാക്കുക. പിന്നെ അതിൻ്റെ ചുറ്റും ഡാർക്കൺ ചെയ്തുകൊണ്ട് അതും ഫില്ലാക്കി എടുക്കുക കേട്ടോ. അതായത് ഈ വരക്കണ പോലെ തന്നെ കംപ്ലീറ്റ് ഈ ഡിസൈൻ തന്നെ വരച്ചെടുക്കുക. പിന്നെ അത് ഫുള്ള് ഡാർക്കൺ ചെയ്യുക കേട്ടോ. മറക്കണ്ട, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. എല്ലാവരും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. കാണുമ്പോൾ ഭംഗിയൊന്നും തോന്നിയില്ല, നമ്മൾ വരച്ചൊന്ന് നമ്മളതായിട്ട് വരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും കേട്ടോ. ഡാർക്കൺ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ലൈനിൽ കൂടെ ആദ്യം ഇരുന്ന് നല്ല പ്രഷറിൽ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനൊക്കെ നമുക്ക് ഡാർക്കൺ ചെയ്യാനും എളുപ്പമായിരിക്കും. ഒന്നും കൂടി വൃത്തിയും ഉള്ളിലേക്കൊന്നും സ്പ്രെഡ് ചെയ്യാതെ നിൽക്കുക അപ്പോഴാണ് കേട്ടോ. ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റാക്കി പറയട്ടോ. വേറെ എലിഫൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മെഹന്തി ഡിസൈനിൽ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോകൾ ഉണ്ടാകുമല്ലോ, എന്തെങ്കിലും ഫ്ലവറിൻ്റെയോ ലീഫിൻ്റെതോ അല്ലെങ്കിൽ എൽബോ ടു അങ്ങനെ ഉള്ള ഡിസൈനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റാക്കി പറയട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് മെഹന്തി ഡിസൈനുകൾസ് ഒന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെ. അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.